my dear students. Welcome to Bosco Campus Vision. This is Asha SP from Department of Commerce. We are on the next lecture series of Income Tax Assessment 1. We are dealing with the topic PAN card, Permanent Account Number. In the last classes, we have discussed what is the meaning of PAN and who are the persons eligible to obtain PAN. What are the situations in which PAN is compulsory under the Income Tax Department as per the directions issued by Income Tax Department. That is situations PAN compulsory Income Tax Department. So PAN is effective from 1/1/2016. PAN is compulsory. Obtaining PAN is compulsory with effect from 1/1/2016. 2016 മുതലാണ് Income Tax Department ഒരു SSCക്ക് ഇനി പറയുന്ന ട്രാൻസാക്ഷൻസിൽ എൻറ്റർ ചെയ്യുമ്പോൾ പാൻ കാർഡ് കമ്പൽസറി ആക്കിയത്. Okay, അപ്പോൾ നമുക്ക് കുറേ പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ഇന്ന് 7 പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാലൻസ് പോയിന്റ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. Okay, so situations where PAN is compulsory. PAN is compulsory with effect from 1st January 2016. അപ്പോൾ ഇനി പറയാൻ പോകുന്ന ട്രാൻസാക്ഷൻസ് ആണ് ഇതെല്ലാം. First one is sale or purchase of an immovable property valued at rupees 10 lakh or more. An immovable property. That means immovable property, land and building ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ സെയിൽ ചെയ്താൽ അതിന്റെ വാല്യൂ 10 lakhsൽ കൂടുതലാണെങ്കിൽ 10 lakhsോ അതിൽ കൂടുതലോ ആണെങ്കിൽ സോ ഐ ആം റിക്വയർഡ് ടു ഒബ്റ്റെയിൻ പാൻ ബൈ ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഞാൻ കമ്പൽസറി ആയിട്ടും എൻ്റെ കയ്യിൽ പാൻ ഹോൾഡ് ചെയ്തിരിക്കണം. യു ക്ലിയർ? Second one is sale or purchase of motor car which requires registration under Motor Vehicle Act 1988. അപ്പം ഞാനൊരു മോട്ടോർ കാർ പർച്ചേസ് ചെയ്യോ സെയിൽ ചെയ്യോ ചെയ്താൽ അണ്ടർ ദി മോട്ടോർ വെഹിക്കിൾ ആക്ട് ഓഫ് 1988 പ്രകാരം ഞാൻ ഒരു മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ പർച്ചേസ് ചെയ്യോ സെയിൽ ചെയ്തോ ചെയ്താൽ സോ which requires ഈ വെഹിക്കിൾ ആക്ട് പ്രകാരമാണ് ഞാനത് ചെയ്യുന്നതെങ്കിലും അല്ലെങ്കിലും എന്ത് ചെയ്യാം, ഇറ്റ് റിക്വയർസ് പാൻ. അപ്പം എല്ലാം നിങ്ങൾ വണ്ടിയൊക്കെ വാങ്ങിയവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും അവർ നമ്മളോട് പാൻ കാർഡ് ചോദിക്കാറുണ്ട്. അത് നമ്മളുടെ എന്താ പറയുക ഒരു അസസിയുടെ എന്നുള്ള നിലയിൽ നമ്മളുടെ പേയ്മെൻറ്റ് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബിക്കോസ് ഇത് ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷൻസ് ആണ്, അവരെ അറിയണം. അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാർഡ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യണമെന്ന് അവർ കമ്പൽസറി ആയിട്ട് നിർബന്ധം പിടിക്കുന്നത്. Then the third one is time deposit exceeding rupees 50,000. ഞാനൊരു ഡെപ്പോസിറ്റ് നടത്താണ്. If it is exceeds rupees 50,000 in a bank or any other financial institution or post office or NBFC. NBFC means non-banking financial corporations, financial companies. Non-banking financial companies നെയാണ് നമ്മൾ NBS എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ മുത്തൂറ്റ്, then വെസ്റ്റേൺ യൂണിയൻ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ NBFC എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? പാൻ വേണം. ഡെപ്പോസിറ്റ് exceed rupees 50,000. Then time deposit aggregating rupees 5 lakh during a year. ഒരു വർഷം എൻ്റെ ടൈം ഡെപ്പോസിറ്റ് നമ്മൾ 50,000 ആണ് നമ്മൾ എക്സീഡ് ചെയ്യുകയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓഫ് കോഴ്സ് അങ്ങനെയാണെങ്കിലും ഇനി ഒരു വർഷം എൻ്റെ ടൈം ഡെപ്പോസിറ്റ് 5 lakhൽ കൂടുതലാണെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ 10,000 ആയിരിക്കും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അത് ഒരു വർഷം 5 lakhൽ കൂടുതലാണെങ്കിൽ ഐ ആം റിക്വയർഡ് ടു ഒബ്റ്റെയിൻ പാൻ. Then contract for sale or purchase of securities exceeding rupees 1 lakh. നമ്മുടെ ഷെയറോ ഡിബെഞ്ചറോ അങ്ങനെയുള്ള എന്തെങ്കിലും കോൺട്രാക്റ്റിൽ നമ്മൾ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പർച്ചേസോ സെയിലോ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി ആയിട്ട് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇഫ് ദി എമൗണ്ട് എക്സീഡിങ് rupees 1 lakh അത് 1 lakhൽ കൂടുതലാണെങ്കിൽ ഐ ആം റിക്വയർഡ് ടു ഒബ്റ്റെയിൻ പാൻ. Then opening an account with a bank.
this point is related to the third point. തേർഡ് പോയിന്റ് നമ്മൾ ടൈം ഡെപ്പോസിറ്റിന്റെ കാര്യം പറയുന്നില്ലേ, ഞാൻ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, എന്റെ ഡെപ്പോസിറ്റ് 50,000 കൂടുതലാണെങ്കിൽ എന്റെ കൈവശം എന്തുണ്ടായിരിക്കണം, പാൻ കാർഡ് ഉണ്ടായിരിക്കണം. ഇറ്റ് ഇസ് കമ്പൽസറി. നിങ്ങൾ ഇനി ബാങ്കിലൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. Then payment to hotels or restaurants exceeding rupees 50,000 at any one time. നമ്മൾ എപ്പോഴെങ്കിലും ഹോട്ടൽസ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ കഴിക്കാനോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഹോട്ടൽസ് യൂസ് ചെയ്ത് നമ്മളുടെ പേയ്മെന്റ് 50,000 കൂടുതലാണെങ്കിൽ നമ്മുടെ കൈവശം എന്തുണ്ടായിരിക്കണം, അവർക്ക് പാൻ കാർഡ് കമ്പൽസറി ആയിട്ടും കാണിച്ചിരിക്കണം. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദി കേസസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് വെയർ ഒബ്റ്റെയിനിങ് പാൻ ഇസ് കമ്പൽസറി. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി പോയിന്റ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ പഠിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി ഏതൊക്കെ സിറ്റുവേഷൻസ് ആണെന്ന്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ടുഡേ സെഷൻ. ദിസ് ഇസ് ആശ SP signing off from Moscow Campus Vision.